ഹലോ ഗായ്സ്, നമ്മളിന്ന് ഇന്ത്യൻ ബൈക്ക് 3D ആണ് കളിക്കാൻ പോകുന്നത്. പക്ഷേ നമ്മുടെ കൂട്ടുകാരന്മാരായ ലെസ്റ്ററും ട്രെവറും വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മൈക്കിളും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവര് 3 പേരും കൂടെ നമ്മുടെ ബർത്ത്ഡേ ആണിന്ന്. അപ്പോൾ ഇന്ന് നമ്മളെ ഒന്ന് ടൂറ് കൊണ്ടുപോകാനായിട്ട് എവിടെയോ ഒരു സ്ഥലം പറഞ്ഞ്, അത് നമ്മളോട് പറഞ്ഞില്ല. അവിടെ ചെല്ലുമ്പോൾ പറയത്തില്ലെന്നും കൂടെ പറഞ്ഞ്. അപ്പോൾ ഞാൻ ചോദിച്ചതുമില്ല. അപ്പോൾ നമുക്ക് അവരുടെ വീട്ടിലോട്ട് ചെല്ലാം. അപ്പോൾ നമുക്കൊരു വണ്ടി വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാം ഗായ്സ്. അപ്പോൾ നമുക്ക് വണ്ടി ഏത് വിളിക്കണം? നമുക്ക് 1 വിളിച്ചാൽ നമ്മുടെ ഈ മോഡ് തോന്നില്ലായിരുന്നു, പ്ലഗ് ഇൻ ഓപ്ഷനൊക്കെ. അതിന് നമുക്ക് ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നേരെ അവരുടെ വീട്ടിലോട്ട് നേരെ വിടാം. ഈ രണ്ട് കിടിലാണ് ഗൈസ്. നമ്മുടെ KGF-ലെ വണ്ടിയാ, റോക്കി ബായിലെ വണ്ടിയാണ് ഗൈസ്. നേരെ അങ്ങോട്ട് വിടാം. ഇവിടെ കുറെ നിങ്ങൾക്ക് ബിൽഡിംഗ് ഒക്കെ കാണാൻ പറ്റും. അത് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. ഭയങ്കര സ്പീഡുണ്ട് ഗൈസ് ഈ വണ്ടിക്ക്. ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഗൈസ്. നമുക്ക് ഇനി അങ്ങോട്ട് ചെന്നാൽ മാത്രം മതി. കാഴ്ചകൾ ഇവിടെ വന്നായിരുന്നു. ഇതൊന്നപ്പോ ഇവിടെ ഒരു എൻഡോർ കിടക്കുന്നുണ്ട്, റെഡ്. ഈ എൻഡോറിലാണ് നമ്മൾ പോകുന്നതെന്ന് തോന്നുന്നു. അവരൊക്കെ ഇവിടെ കാർ കയറി സ്റ്റാർട്ടായി നിൽക്കുക. പെട്ടെന്ന് വരാനാ പറഞ്ഞ്. അപ്പൊ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് ചെല്ലാം. നമ്മള് എവിടാ പോകുന്നതെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. എന്തായാലും നമുക്ക് വണ്ടി കയറി നേരെ അങ്ങോട്ട് പോവാൻ. നമുക്ക് വണ്ടി കയറാം. നമ്മൾ വണ്ടിയിലൊക്കെ കയറി. അപ്പോൾ അവൻ പറഞ്ഞ് നീ ഓടിക്കടാന്ന്, നീ അടിച്ചാൽ നല്ലതാന്ന് പറയും. കഴിച്ചപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു മാപ്പ് വന്ന് അങ്ങോട്ടാ പോകുന്നത്. അതിൽ വരെ സ്ഥലം ഇല്ലാതാണ് അവർ തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് വിടാം. നമുക്ക് അങ്ങോട്ട് ഇടാം. പിന്നെ നീ ഒരു പാട്ട് ഇടാവോ? അതിനെന്താടാ, ഞാൻ പാട്ടിടാലോ. നീ നിനക്ക് ഇഷ്ടമുള്ളൊരു നല്ല ട്യൂണുള്ള ഒരു പാട്ടിട്ടോ. ആടാ, ഞാനിടാം. കണ്ടെയ്നർ കാണുന്നില്ലൂടാ, അവിടെ ഇരുന്ന് നിർത്തിയാ മതി. അതിന്റെ അപ്പുറത്ത് നീ വേണമെങ്കിൽ പാർക്ക് ചെയ്ത വണ്ടി. ഓക്കെടാ.
ഈ ട്രാക്കിൽ എന്തെങ്കിലും വെക്കണം. വണ്ടിയൊക്കെ പൊങ്ങി പൊങ്ങി അങ്ങ് പോവുക. പാട്ട് അടിപൊളിയായിരുന്നു അല്ലയോടാ? ആടാ ആടാ ആടാ. അപ്പൊ ഇവർക്കെല്ലാം പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പുറത്ത് ഇവിടെ ഏതാണ്ട് അത് ഓട്ടോമാറ്റിക് ആണെന്ന് തോന്നുന്നു. അതൊക്കെ തന്നെ തുറന്നു. അപ്പോ ഇത് ഇന്നെന്റെ ബർത്ത്ഡേയാ, അതുകൊണ്ടാണ് ഇവരെന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇനി ഇവർക്ക് ഞാൻ ഫുഡ് മേടിച്ചു കൊടുക്കണം. അത് ഞാൻ ഇവരോട് പറഞ്ഞിട്ടില്ല. അതെന്റെ സർപ്രൈസ് ആണ് ഗൈസ്. അപ്പൊ നേരെ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം, ഇറങ്ങാം. ഞങ്ങളും വരുന്നോ? ഗൈസ് അവരും വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗൈസ് ഇവരെല്ലാം കൂടി ഇങ്ങനെ വരുവാണ് ഗൈസ്. അതായത് നമ്മള് 4 പേരും കൂടെ പോവാണ്. ഇതാണ് തോന്നുന്നു സ്ഥലം. കൊള്ളാല്ലേ? എന്തായാലും ഇവിടെ മോനെ ട്രീസ് ഒക്കെ ഉണ്ട് ഇഷ്ടക്കണക്കിന്. ഉണ്ടോ? അവിടെ കണ്ടമാതിരി ട്രീസ്. ക്ലോസ്ഡ് ആണോ? അത് പേടിക്കണ്ടാടോ. അവിടെ ആ സൈഡ് വരെയും പോവാം. എന്താന്ന് വെച്ചാല് അവിടെ ചിലവർക്ക് ഈ ടിക്കറ്റ് എടുക്കാത്തവർക്ക് ഇനി വരെ വരാൻ പറ്റും. ടിക്കറ്റ് എടുത്തവർക്ക് അങ്ങോട്ട് കയറാൻ പറ്റും. ഞാനിപ്പോ ടിക്കറ്റ് എടുക്കാതിരുന്നു. ആണോ? അപ്പൊ ഇവര് ടിക്കറ്റ് എടുത്തേക്കൊണ്ട് ഇതിലെ കൂടെ ചെല്ലാന്നാ പറഞ്ഞിട്ടുള്ള. പിന്നെ അവര് പറഞ്ഞ് കുറച്ച് ഡേഞ്ചറാ. അത് നിങ്ങളുടെ എൻജോയ്മെന്റ് അനുസരിച്ചാണ്. പിന്നെ കുറച്ച് പൈസ കേട്ടോ. അല്ല 3-4 പേർക്ക് ആയല്ലേ. അതുകൊണ്ട് 400 രൂപ, ഒരാൾക്ക് 100 രൂപ. ശരിയടാ. അപ്പൊ ഇതിലെ കൂടെ എങ്ങനെ പോവും? അത് നീ പേടിക്കണ്ടാടാ. സൈഡ് വഴിയും പോവാം, ചാടിയും പോവാം. കഴിച്ചപ്പോ നമുക്ക് സൈഡ് വഴി പോകുന്നതായിരിക്കും നല്ലത്. ചാടിയൊക്കെ പോകുമ്പോ കൊള്ളാല്ലേ? ഇവിടെ കൊറേ ട്രീസ് ഉണ്ട്. പിന്നെ ഇവിടെ വലിയൊരു കാടാണ് ഇത്. ഇവിടെ ഒന്നും പെട്ടുപോവല്ലേ കേട്ടോ. ഇവിടെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ നടക്കണം. ഇവിടെ കുഴിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയാൻ പറ്റത്തില്ല കേട്ടോ. ആടാ സീന് വയസ്സല്ലേ പൊളി സാധനം. എന്തായാലും ടിക്കറ്റ് എടുത്തോണ്ട് പോകില്ല. അവന്മാര് നമ്മുടെ ബാക്കിലുണ്ടല്ലോ. അവന്മാര് നമ്മുടെ ബാക്കിലൊക്കെ വരുന്നുണ്ട്. സീനല്ലേ? റെസ്റ്റ് എടുക്കാം. സീൻ ഗൈസ്. നല്ല സ്ഥലം ഇവിടെ ടെന്റൊക്കെ കെട്ടി താമസിക്കാന്നേ ഉള്ളു. ഇവിടെയൊക്കെ ഈ പെർമിഷൻ ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഇവിടെ തണലൊക്കെ ഉണ്ട്. നല്ലൊരു ഷേപ്പ് പോലൊക്കെ ഉണ്ടോ? വയസ്സുമാരെ ഇങ്ങനെ നിരത്തിയിട്ടിരുന്നു. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അതിന്റെ അപ്പുറത്ത് കുറച്ചും കൂടെ ഡേഞ്ചർ സ്ഥലം ഇവിടെ അങ്ങനെയൊക്കെ വെച്ചേക്കുന്നത്. ഇതിന്റെ അപ്പുറത്ത് കുറച്ചും കൂടെ ഡേഞ്ചർ ഉള്ളതാണോ പറഞ്ഞത്. ഈ സൈഡ് വഴി നമുക്ക് കേറിപ്പോവും. ഞങ്ങളും കൂടെ ഒക്കെ ഒന്ന് വരട്ടെ.
നീ ഞങ്ങളെ കൂട്ടാതങ്ങ് പോയല്ലയോ? ലെസ്റ്ററും ഫ്രാങ്ക്ലിനും കൂടെ ഒറ്റയ്ക്ക് പോയി. ഗൈസ് അവര് വരുന്നേ ഉള്ളു ഗൈസ്. എന്നിട്ട് അവരിങ്ങനെ പറയുക. ഇവിടെ കുജി വല്ലതും കാണുമെന്ന് എനിക്ക് പേടിയാവുന്നു. ഇവിടെ ഭയങ്കര പൊന്നോ സീൻ സാധനം. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. സീനായിട്ടുണ്ട് ഇവിടൊക്കെ. പൊള്ളി. കുറച്ചും കൂടെ നടന്നങ്ങ് പോവാം. അവന്മാരിനി എന്തൊക്കെ എടുക്കുവാന്ന് നോക്കാം. വയസ്സ് ഇവിടെ ഉണ്ട്. അവന്മാരെന്തോ എടുക്കുവോ നോക്കട്ടെ. ഹായ്, ഇത് കൊള്ളാലോ. ഒന്ന് നടന്നു നോക്കാം. ഈ സ്ഥലമൊക്കെ കൊള്ളായി.